ആദ്യം ഒരു കഥ പറയേണ്ടി വരും. പിന്നീട് ഇപ്പൊ പറഞ്ഞ കഥ പൊട്ടത്തരമാണെന്നും പറയേണ്ടി വരും. കഥ പറയാതിരിക്കാൻ വയ്യ. കാരണം അതിലാണ് എസൻസ് മുഴുവൻ കിടക്കുന്നത്. ആ കഥയുടെ പിന്നാലെ പോയാൽ സംഗതി ശരിയാവില്ല. വായന എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വായിച്ചു കേട്ടു, എന്നിട്ട് ആ കഥയുടെ പിന്നാലെ പോവുക. എന്തിനാ? അത് സംഭവിച്ചാവാം, ഇല്ലാതിരിക്കാം. അതിന് വലിയൊരു കാര്യം പഠിക്കാനുണ്ട്. പാണ്ഡു പറഞ്ഞു, പിതാവിന്റെ മാംസം ഭക്ഷിച്ചവർക്ക് എല്ലാ ജ്ഞാനവും കിട്ടും. ഭൂതവും ഭാവിയും വർത്തമാനം ഒക്കെ പറയാൻ കഴിയും. ഇത് മക്കളിൽ ഒരാൾ തോറ്റു, സഹദേവൻ. അത് ശരി, അച്ഛന്റെ മാംസം ഭക്ഷിച്ചാൽ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കാൻ പറ്റുമല്ലോ. സഹദേവൻ കാത്തിരുന്നു. പിതാവ് മരിച്ചു. ഒരു പർവ്വതത്തിന്റെ മുകളില് കൊണ്ടുപോയി വെച്ചാണ് ശവസംസ്കാരം. അപ്പൊ അച്ഛന്റെ മാംസത്തിന്റെ ഒരു കഷ്ണം എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് സഹദേവൻ. ഏതായാലും ശരി, ശവസംസ്കാരത്തിന് മുമ്പ് ബാക്കി 4 പേരും കുളിക്കാൻ പോയപ്പോ ശവശരീരത്തിൽ ഒരു കഷ്ണം കടിച്ചെടുക്കാനായിട്ട് കടിച്ചു. ആദ്യത്തെ കടിയിൽ മാംസം കിട്ടിയില്ല. പക്ഷെ ആദ്യത്തെ കടി കടിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഭൂതകാലത്ത് എന്നു മൂലക്ക് നടന്ന ആ കാര്യങ്ങളൊക്കെ പ്രജ്ഞായിരിക്കും. അടുത്ത കടി കടിച്ചതോ വർത്തമാനകാലത്ത് ഇപ്പൊ എവിടെ എന്തൊക്കെ നടക്കുന്നു, ക്ലോസ് സർക്യൂട്ട് ടി വി ഒന്നും വേണ്ട, ആ വിജ്ഞാനം കയ്യിൽ കിട്ടി. മൂന്നാമത്തെ കടിയായപ്പോഴേക്ക് ഭാവിയിൽ വരാനിരിക്കുന്നത് അറിവ് കിട്ടി. അപ്പോഴേക്കും ഇത് കണ്ട് കൃഷ്ണൻ വന്നു. എന്തേ ചെയ്തത്? കൃഷ്ണൻ അവിടെയൊക്കെ വരുമല്ലോ, അപ്പോഴല്ലേ കഥ ശരിയാവും. ഇതാണ് സംഭവം എന്നോ. ആയിക്കോട്ടെ, അറിവുണ്ടായിക്കോട്ടെ, എല്ലാം അങ്ങോട്ട് പറയരുത്, എല്ലാം പറയരുത്. അത് ഓർക്കണം. എല്ലാം പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു ശാപവും അതിന്റെ പറയലുണ്ട്. ഇങ്ങനൊരു കഥയില്ലാതെ ഇനി ഇതിന്റെ തത്വത്തിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കഥ. അല്ലാതെ അച്ഛന്റെ മാംസം ഭക്ഷിക്കണമെന്നോ, എന്നാ പിന്നെ എല്ലാവർക്കും അത് ചെയ്യാലോ. പൈതൃകമായി കിട്ടുന്ന വളരെ വലിയ അനുഗ്രഹമാണ് പ്രവചനശക്തി. അതിന്റെ കഥാരൂപത്തില് ഇങ്ങനെ പറഞ്ഞാൽ അവിടെ നിൽക്കില്ല. ചില കഥകളില്ലാതെ ആശയം മാത്രം പറഞ്ഞാൽ നിൽക്കില്ല, ആശയങ്ങൾ പോവും, കഥ മാത്രമേ നിൽക്കൂ. അങ്ങനെ പൈതൃകമായി കിട്ടുന്ന ജന്മജന്മാന്തര രഹസ്യങ്ങളുടെ കലവറയാണ് പ്രവചനം. സഹദേവൻ എന്ന് പറഞ്ഞ ദേവനുമായി ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. അന്നമയകോശം, പ്രാണമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം കഴിഞ്ഞിട്ട് അവസാനത്താണ് ആനന്ദമയകോശം. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം കഴിഞ്ഞിട്ടാണ് ആനന്ദമയം. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ഭാവം. നമുക്കതിനെ വികസിപ്പിച്ചെടുക്കാൻ പിതാവിന്റെ മാംസം ഭക്ഷിക്കുക എന്നുള്ള വരിയൊക്കെ ഒഴിവു. പിതാവിന്റെ മാംസം ഭക്ഷിക്കുക, ബുദ്ധിത്വം. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഗുരുത്വം, പൈതൃകം. ഗുരുത്വം
ആ ഗുരുത്വം എന്നുള്ളത് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ആ സമയത്ത് നമ്മുടെ ആനന്ദമയ കോശം വികസിക്കും. അത് വികസിക്കും, നമ്മളിലൊക്കെ വികസിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവചനം നമ്മൾ പറയരുത്. ഓറൊക്കെ നോക്കി പറയാൻ കഴിവുള്ളവർ ഉണ്ട്. ഒരു സ്ത്രീ 65 വയസ്സ് പ്രായമുണ്ട്. കാരണം ഓറ നോക്കി പറയാൻ പറ്റും. എനിക്കൊന്ന് പറഞ്ഞു തരും, എന്താ ഇപ്പൊ അവർക്ക് അറിയാനുള്ളത്? അവർക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു, ഒന്നും അറിയാണ്ട് എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരൂ. ഇതേ പറയണം. ചേർന്ന് നിൽക്കുന്നതൊക്കെ പിരിയും. പേരക്കുട്ടിയും പോവും, ബാക്കി എല്ലാവരും പോവും, ഈ വ്യക്തി ഒറ്റപ്പെടും. ഇത് കാരണം കൊണ്ട് മഹാഭാരത യുദ്ധം എപ്പ തുടങ്ങണം എന്നുള്ളത് അറിയാൻ വേണ്ടി ദുര്യോധനൻ സമീപിച്ചു സഹദേവനെ. പുള്ളി പറഞ്ഞു കൊടുത്തു, എന്റെ ഡ്യൂട്ടിയാണ്, അറിയണ കാര്യം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ കൃത്യമുഹൂർത്തത്തിന് യുദ്ധം തുടങ്ങാൻ ദുര്യോധനൻ നിശ്ചയിച്ചു. പിന്നെ ഇതൊക്കെ കൃഷ്ണനല്ല. ഇത് കൃഷ്ണന് വ്യക്തമായിട്ട് മനസ്സിലായി. കൃഷ്ണൻ പാണ്ഡവരുടെ ഭാഗത്താണ്. യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മളാകുന്ന ശരീരത്തിൽ പാണ്ഡവരുടെ ഭാഗത്താവണം. ഹാപ്പി ഹാർമോൺസ് ഉണ്ട്, അൺഹാപ്പി ഹാർമോൺസും നമ്മളിൽ ഉണ്ട്. അതിന് കൃഷ്ണന്റെ സഹായം കിട്ടണം. എന്താ സഹദേവ അത് പറഞ്ഞു കൊടുത്തത്? അല്ല, എന്റെ ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ നോക്കൂ. അതും കറക്റ്റ് പറഞ്ഞു കൊടുക്കണ്ടേ. പിന്നെ കൃഷ്ണന്റെ ലീലകൾ, ആ ലീലകൾ എന്നുള്ളതില് ശ്രീകൃഷ്ണ ലീലകൾ ചിന്തിക്കുമ്പോ കണ്ണു കാണും. ചില സത്യം നമുക്ക് മനസ്സിലാകുമ്പോ കണ്ണുകൾ നമ്മുടെ നിറയും. ദൈവമേ, എന്താണ് കൃഷ്ണന്റെ ഓരോരോ രീതി എന്ന്. ഇതിന്റെ സംഗ്രഹമായിട്ട് നമ്മൾ പലപ്പോഴും പറയും, കൃഷ്ണൻ ഗ്രഹനില അങ്ങോട്ട് തെറ്റിച്ചു. ഗ്രഹനില മുഴുവൻ തെറ്റിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഒതുക്കാം. എന്നിട്ട് പാണ്ഡവരാണല്ലോ ജയിച്ചത്. കൃഷ്ണൻ സഹായിച്ചു, ഗ്രഹനില തെറ്റിച്ചു. ഗ്രഹനില തെറ്റിച്ചു എന്നുള്ളതിനേക്കാൾ യുക്തിഭദ്രമായൊരു കാര്യമുണ്ട്. കൃത്യസമയത്ത് യുദ്ധം ചെയ്യാൻ ഇതൊന്നും അറിയാതെ അർജുനൻ എത്തി. അർജുനൻ എന്ന് പറഞ്ഞാൽ ആർജവമുള്ള വ്യക്തി. നമ്മൾ തന്നെ ഒരു കഥയും പുറത്ത് നടക്കുന്നതല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ അകത്ത്, ബോർഡിനകത്ത് നടക്കുന്ന കാര്യം. യുദ്ധം ചെയ്യാൻ വന്നപ്പോ നോക്കുമ്പോ മുമ്പിൽ നിൽക്കുന്നൊക്കെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും. ഇവരെയൊക്കെ കൊന്നിട്ട് എന്തപ്പ നേടാണ്? ഒരു ചിന്ത വന്നു. വിഷാദം വന്നു. വിഷാദ യോഗം, മോക്ഷ സന്യാസ യോഗം ഗീതയില് ഒരധ്യായം. അതോടുകൂടിയിട്ട് ഗീത ഉപദേശിച്ചു കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അസ്ത്രമെടുത്തത്. അപ്പൊ മുഹൂർത്തം തെറ്റി. ഈ ചിന്ത ആരെ ഉണ്ടാക്കിയത്? അർജുനനിൽ ഈ വിഷാദം ഉണ്ടാക്കിയത് ആര്? കൃഷ്ണൻ തന്നെ. അർജുനനിൽ വിഷാദം ഉണ്ടാക്കിയത് കൃഷ്ണൻ, ഗീത ഉപദേശിച്ചത് കൃഷ്ണൻ, ആ വിഷാദം മാറിയെങ്കിൽ അത് മാറ്റിയത് കൃഷ്ണൻ. കൃഷ്ണൻ അല്ലാതെ ഒന്നുമില്ല. കൃഷ്ണന്റെ ദുഃഖങ്ങളും കൃഷ്ണൻ ഉണ്ടാക്കി.
നമ്മള് അർജുനനാണ്, നമ്മള് കൃഷ്ണനും ആണ്. പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞു. അർജുനൻ തന്നെ ഒരു തവണ പറഞ്ഞു, യുദ്ധം ജയിപ്പിക്കുന്ന അത് മുടക്കുന്നത് അങ്ങ് കൊന്ന വ്യക്തികളെയാണ് ഞാൻ കൊല്ലുന്നത്. യഥാർത്ഥ സത്യത്തിലേക്ക് വരുമ്പോൾ പല കാര്യവും ആലോചനാമൂലമാണ്. ധന്യമേ ജീവിതം കേൾക്കുന്നവരോട് നന്ദി പറയുന്നു. ദിവസേന മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. അഭിനന്ദനം അറിയിക്കുന്നവരോട് ഇതുവഴി നന്ദി പറയുന്നു.